ഏരൂർ പഞ്ചായത്തിലെ തെക്കേവയൽ ഭാഗത്ത് പാമ്പുകടിയേറ്റ് 2 പേർ മരിച്ച സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് വനംവകുപ്പ് അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനവുമായി NK പ്രേമചന്ദ്രൻ MP. പാമ്പുകടിയേറ്റ് മരിച്ചതിനു ശേഷം പ്രദേശത്തെ കാട് വെട്ടിനീക്കാൻ പഞ്ചായത്ത് അധികൃതർ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് രണ്ടാമത് മരിച്ചത്. എന്നിട്ടും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. വനംവകുപ്പ് ഇപ്പോഴും നിസ്സംഗത തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികളൊന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. പാമ്പുകടിയേറ്റ് മരണപ്പെട്ട ഏരൂർ സ്വദേശി സജുരാജിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു MP. പാമ്പുകടിയേറ്റ് 2 പേർ മരണപ്പെട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ആശ്വാസ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. പാമ്പുകടിയേറ്റ് ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്നാണ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഏരൂർ പഞ്ചായത്ത് സമിതി നിയോഗിച്ചതനുസരിച്ച് കാട് തെളിക്കാനും കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ദൗത്യം, പഞ്ചായത്തിൻ്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് അവിടെ രണ്ടാമതായി ചെന്ന സ്നേക്ക് ക്യാച്ചർ കൂടിയായിട്ടുള്ള വനം വകുപ്പിൽ പാമ്പ് പിടുത്തം ജോലിയായി തന്നെ സ്വീകരിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള ഒരാൾ രണ്ടാമത് അതേ സ്ഥലത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിലായി 2 പേർ ഏരൂർ പഞ്ചായത്തിൽ ആദ്യം പാമ്പ് കടിയേറ്റ് മരിച്ചു. ആ മരിച്ച സ്ഥലത്തെ കാട് വെട്ടിത്തെളിക്കാൻ ചെന്നയാൾ അതേ പാമ്പിൻ്റെ അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ് രണ്ടാമതൊരാൾ കൂടി അടുത്ത ദിവസം മരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വ്യാപകമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനം വകുപ്പാണ് ഇടപെട്ട് ആവശ്യമായിട്ടുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് പഞ്ചായത്തിൻ്റെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, പഞ്ചായത്ത് നിയോഗിച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടതാണ് രണ്ടാമത് മരണപ്പെട്ട വ്യക്തി. ഇത്രയൊക്കെ ആയിട്ട് പോലും പഞ്ചായത്തിൻ്റെയോ ഗവൺമെന്റിലെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധമായ ആശ്വാസ നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. പ്രാഥമികമായ ഉത്തരവാദിത്വം വനം വകുപ്പിനാണ്. പക്ഷേ വനം വകുപ്പ് ഈ കാര്യത്തിൽ അടിയന്തരാശ്വാസ സഹായം പോലും എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം. അതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ള സാമ്പത്തിക സഹായം സാധാരണഗതിയിൽ അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന തുക പോലും നൽകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനോ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. സജുരാജിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും സഹായങ്ങൾ വേഗത്തിലെത്തിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും MP ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി. പ്രദേശത്തെ UDF നേതാക്കളും MPക്കൊപ്പം സജുരാജിന്റെ വീട്ടിലെത്തിയിരുന്നു. നാട്ടുവാർത്ത, ഏരൂർ.